തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. പക്ഷെ ഇവിടേക്ക് ഇനി തിരിച്ചു വരാൻ പറ്റില്ല. വീണു പോയ ഇനി എണീക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മേ, അതല്ല. നാട്ടുകാരും അയൽക്കാരും കാണാതെ ഒളിച്ചോടാം. അവസാനിക്കാത്ത ഒരു ഓട്ടത്തിന്റെ തുടക്കമാണെന്നാണ് തോന്നുന്നത്. എവിടെയെങ്കിലും വീഴും വരെ ഓടണം. വാ ചേട്ടാ. മോള് ചെല്ല്. മോള് പോയി ബന്ധുമിത്രാദികളൊക്കെ കണ്ട് സന്തോഷം അറിയിക്കും. മതി, നമുക്ക് പോവാം. എനിക്കിവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. അമ്മേ, ശരി, എന്നാ അവിടുന്ന് പോണ്ട. ആരെങ്കിലും ഒന്ന് ഇറക്കി വിടുന്നവരെ ഇവിടെ ഇരിക്കാം. ബാങ്കര വരട്ടെ, അതുവരെ ഇങ്ങനെ ഇരിക്കാം. അയ്യോ, അത് പറ്റില്ല. എന്റെ അച്ഛന്റെ വീട്ടുകാരെ ചെണ്ട കുട്ടി ജപ്തി ചെയ്ത് പറഞ്ഞയക്കുന്നത് കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ല. നീ എന്തിനാ വന്നേ? ഒരു യാത്രയപ്പ് തരാൻ വന്നതാ. എനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഈ വീട്. ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് ആ പണം വാങ്ങി സുഖിച്ചു അല്ലേ? കടം വാങ്ങിയാലേ പണം മടക്കി കൊടുക്കണം. അല്ലാതെ മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ട വീടും വസ്തുവും കൊടുത്തല്ല വീട്ടേണ്ടത്. തനുജ, ആകെ സമനില തെറ്റി നിക്ക. നീ ഇറങ്ങിപ്പോ. പോകാനോ? നിന്നെക്കാൾ അവകാശം ഉണ്ടടി എനിക്ക് ഈ വീട്ടില്. നീ മരുമകളല്ലേ, ഞാൻ മകളാടി. നോക്ക്, ഈ വീട് അലങ്കോലപ്പെട്ട് തുടങ്ങിയത് നീ ഇവിടെ കാലെടുത്ത് വെച്ച മുതല. എല്ലാം മനസ്സിലൊതുക്കി ഞങ്ങൾ ഇറങ്ങുന്നേ. അവസാന ദിവസം ഞങ്ങളെ കൊണ്ട് കടുകെ ചെയ്യിക്കരുത്. കടുങ്കൈ ഇവിടുത്തെ ഗൃഹനാഥൻ തന്നെ ചെയ്തു കഴിഞ്ഞില്ലേ? പ്രേമിച്ച് വഞ്ചിച്ച് കുഞ്ഞുണ്ടായപ്പോ ആ ഒരു പെണ്ണിനെ വഴിയിൽ കളഞ്ഞു. അതിലും വലിയ കടുങ്കൈ ഇനി ഏതാ?
വലിയ ചന്ദ്രോത്ത്. കൊല, അവിഹിതം, അധികാര ദുർവിനിയോഗം ഒക്കെ ഈ വീട്ടില് നടന്നില്ലേ? നിർത്തിയില്ല എന്റെ രണ്ടാനമ്മേ. രണ്ടാനമ്മ ഞാനല്ലടി. നീ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലാ നിന്റെ രണ്ടാനമ്മ. അവിടെ ചെന്ന് വിളിക്കടി. ഈ തല്ല് ഞാൻ ക്ഷമിച്ചു. ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഇതല്ല ഇതിലപ്പുറവും നിങ്ങൾ ചെയ്യും. പിന്നെ എവിടേക്കാ യാത്ര? കാശി? രാമേശ്വരം? വഴിയാധാരം ആയല്ലോ നന്ദ. ഇറങ്ങടി, ഇറങ്ങാൻ. ഇങ്ങോട്ട് പോടി. വിടാൻ എന്നെ. ഇറങ്ങി പോടി. എന്താ ഇത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട് ജപ്തിയാവുന്നതിന്റെ സങ്കടം ഇവളുടെ ദേഹത്ത് തീർക്കണ്ട. നിനക്കെന്താണ് ഇവിടെ കാര്യം? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. ഞങ്ങളുടെ വീടോ? ഇതിപ്പോ ബാങ്കിന്റെ കയ്യില്. ആ എഴുതി ഒട്ടിച്ചിരിക്കുന്നതേ കല്യാണ ക്ഷണപത്രികയല്ല. പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ഇവര് നിന്നെ കയ്യേറ്റം വല്ലതും ചെയ്തോ? സങ്കടം കൊണ്ടല്ലേ ചേട്ടാ, വിട്ടുകളാ. അത് കറക്റ്റ്. പിന്നെ വീടൊക്കെ ഒന്ന് നേരെ ചൊവ്വേ കണ്ടേക്കണം. വൈകാതെ ലേലം വിളി ഉണ്ടാവും. എത്ര കോടി ചെലവാക്കിയിട്ടാണെങ്കിലും ശരി, തേവക്കാട്ടുകാര് ഈ വീട് ലേലത്തിൽ പിടിക്കും. വീട് ഇടിച്ചങ്ങ് നിരത്തും. ഇവിടെ തേവക്കാട്ട് അനക്സും വരും. അതുകൊണ്ടാ പറഞ്ഞേ, കണ്ടില്ലെങ്കിലേ നേരെ ജോയി ഒന്ന് കണ്ടേക്കാൻ. വേണ്ട. പിന്നെ എന്റെ അച്ഛന്റെ കുടുംബം ആയതുകൊണ്ട് ഉപദേശിക്ക. നേരെ ചെന്ന് കൂട്ട ആത്മഹത്യ ഒന്നും ചെയ്യരുത്. അറിയല്ലോ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തോറ്റവര് മൗനമായിട്ട് നിൽക്കണം. ആര് പറഞ്ഞു തോറ്റെന്ന്? നമ്മൾ തോറ്റില്ലമ്മേ, ഒരിക്കലും തോക്കില്ല. തോറ്റ് തുന്നം പാടിയിട്ടും തോൽക്കില്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് വല്ലാത്ത ആത്മവിശ്വാസം തന്നെയാ. ഇത് ആത്മവിശ്വാസം അല്ല മോളെ, തൊലിക്കട്ടിയ. അതേടാ, തൊലിക്കട്ടി തന്നെയാ. പ്രോപ്പർട്ടി ഇപ്പൊ ബാങ്കിന്റെ കസ്റ്റഡിയില. നീ നേരത്തെ പറഞ്ഞില്ലേ, സത്യമാ. ഈ പ്രോപ്പർട്ടി ബാങ്കിന്റെ കസ്റ്റഡിയില. എന്നുവെച്ചാ ഇനി ക്രയവിക്രയം നടത്താൻ ചന്ദ്രോത്തുകാർക്ക് അവകാശമില്ലെന്നും. പക്ഷെ ഒരു തെരുവ് പട്ടിക്കും ഈ കോമ്പൗണ്ടിൽ കയറി കുരയ്ക്കാൻ അവകാശമില്ല. ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. വീട് പൊടിച്ച് ഞങ്ങൾക്ക് ഇറങ്ങണം. തെരുവിലേക്ക് ഇറങ്ങുന്ന ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ? പിന്നെ പട്ടി. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയില് അങ്ങനെ വിളിക്കാനേ തോന്നൂ. പക്ഷേ എന്റെ സംസ്കാരം അതിനനുവദിക്കില്ല.
ഇത് നാളെ തന്നെ ബാങ്കിലെത്തിക്കണം. നമുക്കിറങ്ങാം മോളെ. ആ വണ്ടി എടുത്ത് പുറത്തിടാൻ പറയും. ഗേറ്റും പൂട്ട്. വാ, നമുക്ക് പോവാം. ഞാൻ പറഞ്ഞ ബെഡും പില്ലോയും മറ്റു സാധനങ്ങളൊക്കെ ഉടനെ കൊടുത്തയക്കണം മനോജെ. ആ, ബില്ല് കൊടുത്തുട്ടോ. ഞാൻ നാളെ തന്നെ പേ ചെയ്തേക്കാം. ശരി. അത്യാവശ്യം വേണ്ടതൊക്കെ കൊണ്ടുവരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുക്കളയിലേക്ക് കുറച്ച് സാധനം കൂടെ വാങ്ങണം. പറ്റുമെങ്കിൽ ഒരു AC വാങ്ങണം. അതൊന്നും വേണ്ട ഗിരി. എന്താടോ? ജീവിതത്തിൽ ഇനി അനുഭവിക്കാനൊന്നുമില്ല. പക്ഷെ ഗിരി കൂടെ നിൽക്കുമ്പോ അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇത്രയും നല്ലൊരാളെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ഓഹോ, അങ്ങനാണോ? ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടേണ്ട വസ്തുവിനും വിഹിതത്തിനും കണക്ക് പറയുന്നവരധികവും. പെണ്ണിനെ കുറിച്ചല്ല, ചുറ്റുപാടുകളെ കുറിച്ച് അന്വേഷിച്ചിട്ടാ കല്യാണം പോലും നടത്തുന്നത്. പക്ഷെ ഗിരി ദേഷ്യവും വിദ്വേഷവും കാണിക്കേണ്ട സമയത്ത് പോലും ഉള്ളിൽ അടക്കിയിട്ടേക്കും. ഒരു വിഷമവും കാണിച്ചിട്ടില്ല. ഭാര്യ വീട്ടിൽ നിന്ന് സ്ത്രീധനായിട്ട് ഗിരിക്ക് കിട്ടിയത് ബാധ്യതകളും പ്രശ്നങ്ങളും മാത്രമാ. അമ്മായിയച്ഛന്റെ ജയിൽവാസം വരെ കാണേണ്ടി വന്നു. ഇപ്പൊ ഗിരി അമ്മയും നന്ദനെയൊക്കെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നു. അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നു. എന്തിനാ ഞാനതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ? എന്തിനാ? എന്റെ ഭാര്യ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ. ഒന്ന് പോകിരി. ഞാൻ ഇനി എത്രയൊക്കെ പുകഴ്ത്തിയാലും അത് യഥാർത്ഥത്തിൽ പറയേണ്ടതിന്റെ അടുത്ത് പോലും എത്തില്ല. ആഹാ, അങ്ങനെയാണല്ലേ? ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ അമ്മേ, അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളുടെ ഒക്കെ ലിസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് ഇന്ന് തന്നെ അത് വാങ്ങിക്കാം. അതൊക്കെ നീ വിട്ടേക്ക്. ആ ഏരിയ ഒന്നും നീ അറിയണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ അവിടുത്തെ മേശയൊക്കെ ഒന്ന് മാറ്റിയിടണം. അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്. അത് അവരും കൂടെ വന്നിട്ട് മതിയമ്മേ. ആദ്യം അവരിങ്ങ് വരട്ടെ. രജനി എന്താ ഒന്നും മിണ്ടാത്തെ?
അതിന് രജനി എന്നെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുമല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന്. അത് ശരി. അപ്പൊ എന്നെ പുകഴ്ത്തില്ല? ഞാൻ ചെയ്യുന്നൊക്കെ വെറുതെ അല്ലേ? ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. ഞാൻ പുകഴ്ത്തിയതൊന്നും അല്ലമ്മേ, ഉള്ള കാര്യം പറഞ്ഞതാ. ഈ അമ്മയും മോനും എന്റെ ഭാഗ്യോ. എനിക്കൊരു പ്രയാസേ ഉള്ളൂ. ഒരു വലിയ വീട്ടിൽ നിന്ന് എല്ലാ സൗകര്യത്തോടെയും വന്നിട്ട് ഇവിടത്തെ ഈ പരിമിതികള്, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഇവിടെ എന്ത് പരിമിതി? ആകെ ഒരു പരിമിതി ഉണ്ടായിരുന്നുള്ളൂ. അവരെ എങ്ങനെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് എനിക്കും എങ്ങനെ വരുമെന്ന് അവർക്കും ഉണ്ടായിരുന്നൊരു തോന്നൽ. അത് ഗിരി മാറ്റി. ഇനി പരിമിതികളെ ഇല്ല. ഹാവൂ, ഇല്ലല്ലോ. എന്നാ തമ്മ, ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. വാ, ആടോ. മോനെ, ഗിരീഷിന്റെ വീട്ടിലേക്ക് പോവാൻ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോവാം. ഒരു കൊച്ചു വീടെടുത്ത് ദൂരെ എവിടേക്കെങ്കിലും മാറിയാ മതിയായിരുന്നു. അമ്മേ, ഞാനും നന്ദു എല്ലാം ആലോചിച്ചു. ഗിരീഷേട്ടൻ അത്രയും പറഞ്ഞിട്ടും പോവാതിരുന്ന അത് ശരിയാവില്ല. അച്ഛന്റെ കേസും കമ്പനി കാര്യങ്ങളിലെ തീരുമാനങ്ങളൊക്കെ നടത്തണ്ടേ. അതുകൊണ്ട് സിറ്റി തന്നെ നിൽക്കണം. മാത്രല്ല, ഇവിടെ ചെറിയ വാടക വീടൊന്നും കിട്ടില്ല. ഗിരീഷേട്ടൻ ആത്മാർത്ഥമായിട്ട് വിളിച്ചതല്ലേ. ഇനി മറ്റൊന്നും ചിന്തിക്കണ്ട. എനിക്കെന്തോ വേണ്ടെന്ന് തോന്നുക. അമ്മേ, എനിക്കും അമ്മയുടെ അതേ അഭിപ്രായം തന്നെയാ. പക്ഷെ തൽക്കാലത്തേക്ക് ഗിരീഷേട്ടന്റെ വീട്ടിൽ തന്നെ നിൽക്കാം. പിന്നീട് മറ്റെന്തെങ്കിലും കണ്ടെത്തുന്നത് വരെ അവിടെ നിൽക്കാം, അല്ലേ? അതെ, അത് മതി. അമ്മ സമാധാനായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. ഇറങ്ങിയേച്ചി. ചന്ദ്രോത്തുനിന്ന് പ്രഭാവതിയും കുടുംബം പടിയിറങ്ങി. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.